അയ്യോ സാറ്. ഇത് വൻ പുഷ്പിച്ചാണോ? അതെ. അല്ല സാർ. എന്താടാ കാണാവില്ലടാ, ഒരു പുഷ്പൻ ഇറങ്ങിയിരിക്കണം. സാർ ഈ പ്രായമായിട്ട് ഈ ആയിട്ട് തന്നെയാണോ കയ്യിലുള്ളത്? ഓ ഓ അന്ന് പറഞ്ഞത് വെറുതെ ഞാനങ്ങനെ പറ്റിക്കൂടി. പ്രാവശ്യം നടന്നാൽ മതിയായിരുന്നു. ഉച്ചകളിൽ ഞാൻ കാണിച്ചു തരാൻ നോക്കിക്കോ. ഒരു മിനിറ്റ്. ഹലോ ഏട്ടാ, പറയുമ്പോ എല്ലാം പറയണമല്ലോ. എന്റെ ഏട്ടൻ ഇതുവരെ എത്ര പെണ്ണ് കണ്ടിട്ടെന്ന് മൂപ്പർക്ക് തന്നെ യാതൊരു പിടിയില്ല. ഓഹോ, 10-35 വയസ്സ് വരെ ഏട്ടൻ പ്രാരാബ്ധക്കാരനായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം കുടുംബത്തിന് നെടുന്തൂണായിരുന്നു ഏട്ടൻ. പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടതിന് ശേഷം കല്യാണം കഴിക്കത്തുള്ളൂന്ന് ഏട്ടന്റെ ഒരു വാശിയായിരുന്നു. പെങ്ങന്മാരുടെ കെട്ട് കഴിഞ്ഞു, അവര് ചിലരുടെ മക്കൾക്ക് കല്യാണ പ്രായാവുകയും ചെയ്തു. എന്നിട്ട് ഏട്ടൻ എന്തേ കല്യാണം കഴിക്കാത്തെന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. വേറൊന്നുമല്ല, സങ്കല്പം. കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ബുദ്ധിനെയും സൗന്ദര്യത്തിനെയും പറ്റിയുള്ള അമിതമായ സങ്കല്പങ്ങൾ. നമുക്കെന്നാ കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ കുട്ടിയെങ്കിൽ വിളിച്ചോളി. വേണ്ടപ്പാ, ഞാൻ അവളെ വിളിക്കുന്നില്ല. നിങ്ങളുടെ സങ്കല്പത്തിന് പറ്റിയ ഒരു കുട്ടിയല്ല എൻ്റെ മോള്. അല്ല, അതിപ്പോ കുട്ടിയെ കാണാതെ എങ്ങനെ പറയാൻ പറ്റുക? പറ്റും. എൻ്റെ മോള് BA വരെ പഠിച്ചിട്ടുള്ളൂ. ആദ്യം തന്നെ 4 പേപ്പർ കിട്ടാനുമുണ്ട്. പിന്നെ കാണാനാണെങ്കിൽ ഓക്കെ എൻ്റെ നിറോ ദാ ഇവളുടെ തടിയുക. മാഷിന്റെ സങ്കല്പമൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകുമെന്ന് എനിക്ക് തോന്നണില്ല. പോ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. ശരി എന്നാ. ഏട്ടാ ഏട്ടാ, എനിക്ക് വയസ്സ് 32ആയി. അതെന്റെ കുറ്റാണോ? ഏട്ടൻ കെട്ടിയിട്ട് ഞാൻ കെട്ടത്തുള്ളൊരു പ്രതിജ്ഞ എടുത്തു പോയി. പ്രതിജ്ഞ എടുത്താൽ അത് പാലിക്കണം, അല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. നിങ്ങൾ ഇങ്ങനെ സങ്കല്പം കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന നിങ്ങളുടെ കല്യാണം ഒരിക്കലും നടക്കാൻ പോകില്ല. എനിക്ക് മനസ്സിനൊത്ത പെണ്ണിനെ കിട്ടിയിട്ടേ ഞാൻ കല്യാണം കഴിക്കൂ, അല്ലാതെ എനിക്ക് പറ്റില്ല. വേറെ എന്തെങ്കിലും വേണോ? കുറച്ച് വിഷം കിട്ടുമോ? 2 വേണോ? എനിക്ക് വേണ്ട, അവന് കൊടുത്താൽ മതി. കുടുംബത്തിന്റെ നെടുന്തൂണാണെന്നൊക്കെ എല്ലായിടത്തും പറയാറുണ്ട് ഞാൻ. ഏട്ടാ, ഇവർക്കൊക്കെ നാണമില്ലേ പബ്ലിക്കായിട്ട് വന്ന് കൊഞ്ചിക്കുഴയാൻ? ഇതിന്റെ പേരാണ് ക്രിമികടി. ഇക്കാലത്ത് മനസ്സിലെങ്കിലും പ്രേമിക്കാത്ത മനുഷ്യരുണ്ടോ? ഒരാളുണ്ട്, ഈ ഞാൻ മനുഷ്യരുടെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഇറങ്ങാം, എനിക്കൊരാളെ കാണാനുണ്ട്.
ചേട്ടാ സമയം എന്തായി? ഏ സമയം എന്തായി? 5:30. 5:30. ചേച്ചി സമയം എന്തായി? അയാള് പോയി. ഞാൻ കാരണം സാറിന് ബുദ്ധിമുട്ടായല്ലേ? അത് സാരില്ല. എന്നാലും എന്നെ സഹായിക്കാൻ വന്നതിനെ കൊണ്ടല്ലേ സാറിന്റെ മാലയും പോയത്? അത് കുഴപ്പമില്ല. എത്ര പവനുണ്ടായിരുന്നു? 3.5 പവൻ. ഈശ്വര, ഇയാളുടെയോ? അത് 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ റോൾഡ് ഗോൾഡ് ആയിരുന്നു. അയ്യോ, 1 ഗ്രാം തങ്കത്തിന് വേണ്ടിയിട്ടാണോ ഇത്രയും ഒച്ച വെച്ചത്? അത് പിന്നെ പെട്ടെന്നുണ്ടായ ഒരു ഷോക്കില് അറിയാണ്ട് വിളിച്ചു പോയതാ. എന്താ പേര്? മീര. എന്ത് ചെയ്യുന്നു? സരസ്വതി മ്യൂസിക്കൽസില് ടൗണിലെ വർക്ക് ചെയ്യുന്നു. ആ, ഓക്കെ. എൻ്റെ പേര് അനന്തകൃഷ്ണൻ. ഞാൻ ദേവഗിരി കോളേജിലെ പ്രൊഫസറാണ്. ആ, മീരയുടെ ഫാമിലിയൊക്കെ? ഫാമിലി എന്ന് പറയാൻ ഞാനും എൻ്റെ കുഞ്ഞും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് മരിച്ചു. 1.5 വർഷം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഒരുമിച്ച്. അയ്യോ. സാറിന്റെ ഫാമിലി എല്ലാം? എന്താ? സാറിന്റെ വീടും കുടുംബവും ഒക്കെ? വീടുണ്ട്. മീര ഉദ്ദേശിച്ച രീതിയിലുള്ള ഫാമിലി ഒന്നും എനിക്കില്ല. ഐ ആം നോട്ട് മാരീഡ്. അതെന്താ, വല്ല ചൊവ്വാദോഷമോ വല്ലോ? അങ്ങനൊന്നുമല്ല. എൻ്റെ സങ്കല്പത്തിലുള്ള ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല. നോക്കിക്കൊണ്ടിരിക്കുക. ശരി, എന്നാ എത്രയും വേഗം സാറിന് അങ്ങനെ ഒരാളെ കിട്ടട്ടെ. താങ്ക് യു. ശരി, എന്നാല് കാണാട്ടോ. മീര. ആ, സാറായിരുന്നോ? ഞാൻ കണ്ടില്ല കേട്ടോ. സുഖാണോ? ആ, ഏ, ഇന്ന് കോളേജിൽ പോയില്ലേ? ആ, പോണ വഴിയാ. ഇവിടെ വീട്. ഓ, അത് ശരി. ഈ സരസ്വതി മ്യൂസിക്കൽസിലല്ലേ? ഇവിടെ അല്ലേ? ആ, അതെ, ടൗണിലെ സരസ്വതി മ്യൂസിക്കൽസ്. ആ, അവിടെ. സുഖൽ ഏ? ചോദിച്ചാണല്ലേ. എന്തു പറ്റിയടോ? ഇതുവരെ ബസ് വന്നില്ലേ? ഇല്ലടോ, ഇന്ന് ലേറ്റാന്നാ തോന്നുന്നത്. ഇതാരാ? ഞാൻ ആ, ഇത് ഫ്രണ്ടാ. ഹലോ. ഐ എം സെലിൻ. സെലിൻ. ഹായ്. ഹലോ. എന്നാ കയറിക്കോ, ഞാൻ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. ശരി എന്നാല്. ആ. ഓക്കെ അപ്പം. അങ്കിളെ, പാളയത്തേക്ക് ഒരു ലിഫ്റ്റ് വരുമോ? ആരുടെ അങ്കിള്? പാളയത്തേക്ക് ഒരു ലിഫ്റ്റ്. ഞാൻ പാളയത്തേക്കല്ല.
ഞാൻ കണ്ട് എന്ത് കണ്ടു? ആ ചേച്ചീനെ ട്യൂൺ ചെയ്യണത്. വർക്കൗട്ടായാ? ഈ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിക്കേ. ഇതൊക്കെ പഴഞ്ചനാണ്. ആ ചന്ദനക്കുറിയും ജുബയും മുണ്ടും ഒക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാല് ചേട്ടൻ ചുള്ളനാണ്. പിന്നെന്താണ് സീന്? സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാൽ മതി, ഒക്കെ സെറ്റാണ്. ചേച്ചി ഓക്കെ പറയും. ഒരു ലിഫ്റ്റ് തരുമോ പാളയത്തേക്ക്? താങ്ക്സ്. മോഡൽ ഇഷ്ടപ്പെട്ടോ സാറിന്? ആ ഇഷ്ടപ്പെട്ടു. ഓക്കെ, എല്ലാം ഓക്കെ അല്ലേ? അതെ. എന്നാ അത് പാക്ക് ചെയ്തോ. ആയിക്കോട്ടെ. സാർ ആളാകെ മാറിയല്ലോ. ഒരു ചേഞ്ച് ആർക്കാണ്? എന്താ സാർ ഇവിടെ? ഞാനേ ഒരു തബല വാങ്ങ. തബലയൊക്കെ വായിക്കാൻ അറിയാം? ആ. അത് ശരി. ഏത് മോഡലാ വേണ്ടത്? മോഡല് ഈ പിച്ചളയുണ്ട്, സ്റ്റീലുണ്ട്, ചെമ്പുണ്ട്. ഒരു മിനിറ്റ് വെച്ച് നിന്നെ വിളിക്കാം. ഇതെന്താ ഏട്ടാ ഇത്? തബല. തബലയോ? എന്തിന്? നിങ്ങൾക്കിത് വായിക്കാൻ അറിയാം? നാളെ മുതൽ വായിക്കും. ഇതെന്താ മൊത്തം ഒരു ചേഞ്ച്, പാന്റ് ഷർട്ടും ഒക്കെ? എന്റെ ചേട്ടനൊരു പരിഷ്കാരമാവണ്ടേ? വട്ടല്ല, അത് ആൾറെഡി ഉണ്ടല്ലോ. പിന്നെന്താണ്? എന്റെ അമ്മയെ എന്തിനാ നിങ്ങൾ എന്നെ കണ്ടു ഓടുന്നത്? പേടിച്ചിട്ടാ. എന്തിന്? അല്ല, ഞങ്ങളിങ്ങനെ ഇരിക്കുന്നതൊന്നും സാറിന് ഇഷ്ടമല്ലല്ലോ. ഏയ് അങ്ങനൊന്നുമില്ല. നിങ്ങളുടെ ഇരിപ്പിന് സത്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കണം, കൂടെ ഇരിക്കണം കേട്ടോ. ഞാനുണ്ട് കൂടെ. ഇരിക്കേ. വേണ്ട. ഇരിക്കേ. നിങ്ങളവിടെ ഇരിക്കും.